നമസ്കാരം. മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം. ഷാഫിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് ഇപ്പോഴും അറിയാൻ വളരെ താല്പര്യത്തോടിരിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ, ഒന്നുകൂടെ നോട്ട് ചെയ്യുക, സാധാരണക്കാരായ ജനങ്ങൾ നിരവധിയുണ്ട്. എന്നാൽ ഷാഫിക്ക് പറ്റിയ സർജറി അടക്കമുള്ളവയെല്ലാം തന്നെ നാടകമാണ് എന്ന് എഴുതിത്തള്ളിയ CPM തന്നെ ഇന്ന് പോലീസിന്റെ വായിൽ നിന്ന് തന്നെ ആ കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഷാഫിയെ തല്ലി എന്നുള്ളത്. ഇനി നമുക്കറിയേണ്ടത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ ട്രെയിനിങ് കഴിഞ്ഞു വരുന്നത് ഇമാതിരി തല്ല് പഠിച്ചിട്ടാണോ എന്നുള്ള ചോദ്യമാണ്. പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്, പോലീസ് ഇങ്ങനെ തല്ലി ചതക്കില്ല, മറ്റ് പല നിഗൂഢ കൈകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നുണ്ട്. പോലീസിനെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിച്ചതാണോ എന്നുള്ളതാണ് ഒരു ഒന്നാമത്തെ ചോദ്യം. മറ്റൊന്ന്, ഷാഫിയുടെ ആരോഗ്യനില ഇപ്പോഴും കളിയാക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഷാഫിയെ മാങ്കൂട്ടത്തിനെയും ഒക്കെ തന്നെ പിന്തുണച്ചുകൊണ്ട് നിരവധി സിനിമാ താരങ്ങൾ കൂടി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് മുമ്പായിരുന്നാലും ഇപ്പോഴായിരുന്നാലും ഷാഫിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നവരുണ്ട്. ഡോക്ടർമാരുടെ അടക്കം പ്രതികരണം വരുന്നുണ്ട്. ഈ സർജറി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം വരുന്നുണ്ട്. നിലവിൽ നമുക്ക് എങ്ങനെ ഈ പേരാമ്പ്രയിലെ സംഭവം നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും? നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ചെയ്തതുപോലെ ഷാഫിക്കിട്ടുള്ള കൊട്ടേഷൻ തന്നെയാണെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. പിന്നീടാണ് റൂറൽ SP. അപ്പോൾ ഒന്ന് ആലോചിക്കുക, റൂറൽ SP തന്നെയാണ് ആദ്യം പറഞ്ഞത് അത്തരത്തിലുള്ള ലാത്തി ചാർജ് ചെയ്തിട്ടില്ല, അത്തരത്തിൽ ഞങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല, ഇത് മറ്റെന്തോ കാര്യമാണെന്ന് അദ്ദേഹം ആദ്യം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇത് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ലാത്തി ചാർജ് അവിടെ നടന്നിട്ടില്ല, പക്ഷേ ഇത് ആരോ ബോധപൂർവം ഷാഫിയെ ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചതാണ്, ബോധപൂർവം ചെയ്തതാണ്, ഞങ്ങളറിയാതെ. ഇതിപ്പോൾ വലിയൊരു വിവാദമായിരിക്കുകയാണ് ശ്രീജ. കാരണം അതിപ്പോൾ കോൺഗ്രസ് അങ്ങ് മൊത്തത്തിൽ ഏറ്റെടുത്തു. നമ്മൾ പറഞ്ഞതുപോലെ ആ അടിയുടെ ക്ലിപ്പിംഗ് കൃത്യമായിട്ട് കാണുന്നവർക്കറിയാം ബോധപൂർവം ആ പോലീസുകാരൻ ഷാഫിയെ മർദ്ദിച്ചതാണ്. ഇനിയിപ്പോൾ വരുന്ന ഈ പോലീസുകാരൻ LDF കൺവീനറുടെ ഒരു സന്തത സഹചാരിയാണ്. ഇത്തരത്തിലുള്ള സന്തത സഹചാരികൾ അദ്ദേഹത്തിന് കുറച്ചധികം ഉണ്ട് പോലീസ് ആയിരിക്കാം. എന്തായാലും ഇദ്ദേഹത്തിന്റെ സന്തത സഹചാരിയാണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സന്തത സഹചാരിയായിട്ടുള്ള, അതായത് CPMന്റെ ഏറ്റവും അടുത്ത ആ ഒരു പോലീസുകാരൻ ആര് എന്നുള്ള കൃത്യമായിട്ട് കോൺഗ്രസ് ഇപ്പോൾ തെളിവ് സഹിതം പുറത്തുവിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഇത് സ്വാഭാവികമായിട്ടുള്ള പോലീസിന്റെ ആക്രമണമാണെന്ന് റൂറൽ SP വന്ന് പറഞ്ഞിട്ട് പോലും CPM വൃത്തങ്ങളിൽ നിന്ന് പറയുന്നത് ഇത് സ്വാഭാവികമായിട്ട് പ്രതിഷേധത്തിനിടയിൽ നടന്നതെന്ന്. റൂറൽ SP ആണ് പറഞ്ഞിരിക്കുന്നത് ഇത് ബോധപൂർവ്വം നടന്നിട്ടുള്ളതാണെന്ന്. പക്ഷേ അപ്പോഴും ഈ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി മൗനത്തിലാണെങ്കിലും മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരികളുണ്ടല്ലോ, നമ്മുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ എന്താണ് പറയുന്നത്? ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാണ് ഇത് AKG സെന്ററിൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഷാഫിക്കിട്ട് കുട്ടിയത്. അത് നമ്മൾ നേരത്തെ ഉള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞത് പലതും ഒന്ന് ഒളിച്ചു വെക്കണം, ഒന്ന് മറച്ചു വെക്കണം, അതിന് വലിയൊരു പുകമറ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ഞാഞ്ഞൂലുകളെ ഒന്നും കൊട്ടിയിട്ടൊന്നും കാര്യമില്ല, അത് ഷാഫിയെ കൊടുക്കണം എന്നുള്ള രീതിയിലായിരുന്നു. മാത്രമല്ല അതിന് മുന്നേ തന്നെ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള, അതായത് കോൺഗ്രസിന്റെ മെയിൻ നേതാക്കളെ ഈ ഒരു ശബരിമല വിഷയവുമായിട്ട് പൂട്ടുന്ന രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. സന്ദീപ് വാര്യർ ഉൾപ്പെടെ ഇപ്പോൾ ജയിലിനകത്താണ്. അപ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നവരെ, അത് പ്രധാനപ്പെട്ട നേതാക്കളെ പിടിച്ചുകൊണ്ട് അങ്ങ് പോവുക, കുറച്ചുപേരെ കൂട്ടിനുള്ളവരെയും പിടിച്ചുകൊണ്ട് പോവുക. അതായത് സ്ട്രോങ് പില്ലേഴ്സ് ആരൊക്കെയുണ്ട് അവരെയൊക്കെ കോൺഗ്രസിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുവന്ന് തുറങ്കിലടയ്ക്കും. പിന്നെ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ വരില്ല. അപ്പോൾ ഇപ്പോൾ തൽക്കാലം എത്ര ദിവസത്തേക്ക് ഇനി ഇപ്പോൾ ഷാഫി അകത്താണ്. ഷാഫി ഇപ്പോൾ പുറത്തുണ്ടായിരുന്ന ശബരിമല വിഷയം കത്തിക്കയറിയനെ, രാഹുൽ ഉണ്ടായിരുന്നെങ്കിൽ കത്തിക്കേറിയനെ. ഇങ്ങനെ ആയിരുന്നില്ല കോൺഗ്രസിന്റെ പ്രതിഷേധം. നല്ല രീതിയിൽ തകർത്ത് വാരി ഒരുപക്ഷെ CPMനെ പിടിച്ചു കുലുക്കുന്ന തരത്തിലായനെ. മകന്റെ പേരിലുള്ള EDയുടെ നോട്ടീസ് 2 വർഷം മറച്ചു വെച്ച മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിന്റെ തൊട്ട് പിറ്റേന്നാണ് ഷാഫിക്ക് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഒരു പക്ഷേ ഷാഫിക്ക് ആ ഒരു രീതിയിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ശബരിമല വിഷയത്തോടൊപ്പം തന്നെ മകന്റെ വിഷയം കത്തിക്കയറി രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ എല്ലാവരെയും വായടപ്പിക്കുന്ന തരത്തിൽ, പ്രതിഷേധത്തിന്റെ അഗ്നി അങ്ങ് ചുട്ട് ചാമ്പലാക്കുന്ന തരത്തിൽ, വെള്ളമൊഴിച്ച് തണുപ്പിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിനെ മാറ്റി CPM. അത് കുശാഗ്ര ബുദ്ധി തന്നെ. ആരുടെ? മുഖ്യമന്ത്രിയുടെ.
അദ്ദേഹത്തിൻ്റെ ആ ഒരു കുശാഗ്ര ബുദ്ധി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. എന്തെല്ലാം വിഷയങ്ങളാണ് വന്നത്? മാസപ്പടി, ലാവ്ലിൻ കേസ്, ഇപ്പോൾ മറ്റേ ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസ്, പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്ന അദ്ദേഹത്തിന് ഇത് എന്തെങ്കിലും ഏൽക്കുന്നുണ്ടോ? ഒറ്റ മറുപടി ഉള്ളൂ, എൻ്റെ കൈകൾ ശുദ്ധമാണ്. പിന്നെ ഇത് എങ്ങനെയാണ് ഈ ഇത്രയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ഇത്രയും അഴിമതികൾ ഉണ്ടായിട്ടും ഒരു കോടതി പോലും ഒന്നും വിളിപ്പിക്കാത്തത്? അത് അദ്ദേഹത്തിന്റെ ഒരു കുശാഗ്ര ബുദ്ധി മാത്രമല്ല, രാഷ്ട്രീയ പാഠവും കൂടിയാണ്. വേണ്ടുന്നവരെ നിലനിർത്താനും അത് അങ്ങ് കേന്ദ്രത്തിൽ പോയി കാല് പിടിക്കാനും അദ്ദേഹത്തിന് പറ്റുന്ന തന്ത്രം അതാണ്. അത് പാവം പിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് അറിയില്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്ന അണികൾക്കറിയില്ല. ഒരു പക്ഷേ ഇവരുടെയൊക്കെ പ്രസംഗങ്ങളൊക്കെ കേട്ട് വളർന്നിട്ടുള്ള തലമുറകൾ, SFI പോലുള്ള തലമുറകളിലെ യുവാക്കൾക്കും യുവതികൾക്കും ഇത് മനസ്സിലാകാതെ പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്താണെന്നുള്ള വായിച്ചും അറിഞ്ഞും ചിന്തിച്ചും പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്ക് കുറേ പേർക്കൊക്കെ അറിയാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. അവർക്കൊക്കെ അതൃപ്തിയുണ്ട്. ഇതിപ്പോൾ നോക്കിക്കോളൂ, ഷാഫിയുടെ കാര്യത്തിൽ ഇപ്പോഴും പറയുന്നത് എന്താണ്, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കട്ടെ എന്ന്. അങ്ങനെ അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അപ്പോഴാലോചിക്കാൻ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇതിങ്ങനെ പറയത്തുള്ളൂ, ഇങ്ങനെ വരത്തുള്ളൂ. ഈ പറഞ്ഞോണെ ഇനി തെളിവ് സഹിതം കൊണ്ടുവന്ന് നിരത്തിയാലും ഇവർ പറയും അത് അന്വേഷിക്കട്ടെ. പിന്നീട് ഈ അന്വേഷണം നീണ്ടിങ്ങനെ പോകും. ഇതിനിടയ്ക്ക് എങ്ങാനും പ്രതിഷേധം എങ്ങാനും കത്തിക്കയറുവാണെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു സസ്പെൻഷൻ ഒരാൾക്ക് കൊടുക്കും. ഇത് വീഡിയോ സഹിതം പുറത്ത് വിട്ടണക്കുകയും ഇത് മനഃപൂർവ്വമല്ല എന്നുള്ളത് പറയുന്നു. പക്ഷെ ഇപ്പോൾ റൂറൽ SP തന്നെ, ഇപ്പോൾ റൂറൽ SPയെ ഒറ്റപ്പെടുത്തിയ ഒരവസ്ഥയാണ്. റൂറൽ SP ആണ് ആദ്യം ഷാഫിക്ക് എതിരായിട്ട് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് അറിയാം, ഈ പോലീസുകാർക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം പിണറായി വിജയൻ ആയുഷ്കാലം മൊത്തം ഈ പദവിയിൽ ഇരിക്കത്തില്ലെന്ന്. അതുകൊണ്ട് ഒന്ന് ആലോചിക്കുക, ഏത് കൺവീനറുടെ ഏത് സന്തത സഹചാരിയാണെങ്കിലും ഒന്ന് ചിന്തിക്കുക, കൺവീനറൊക്കെ മാറും, അടുത്തത് ചിലപ്പോൾ BJPയോ കോൺഗ്രസോ അധികാരത്തിൽ വന്നെന്ന് വരും. അപ്പോഴും നിങ്ങൾ അവർക്ക് ഈ പറഞ്ഞോണം കാല് പിടിക്കേണ്ടുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്നവരും പോലീസ് ഉദ്യോഗസ്ഥരും ഈ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നവർ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരും ഒന്ന് ചിന്തിക്കുക. ദയവ് ചെയ്ത് ഈ രാഷ്ട്രീയ കോമാളികൾക്ക് വേണ്ടിയിട്ട്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് വിടുവേല ചെയ്യാതിരിക്കുക. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് നിങ്ങളെ ഒരു പദവിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ കഷ്ടപ്പെട്ട് പദവിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങളെ സേവിക്കുക. അല്ലാതെ ഇവരുടെ ഈ ഇപ്പോൾ റൂറൽ SPയെ പറ്റി ഈ കൺവീനറുടെ ഇവരെയൊക്കെ പറ്റി പറയുന്നത് ഈ പറഞ്ഞോണം ഇത്തരത്തിലുള്ള പദവിയിലെത്തിയത് മറ്റേ ബാക്ക് വശത്തൂടെ അങ്ങനെയുള്ളവർ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അത് അധികം നാൾ പോകത്തില്ല, അടുത്ത ഭരണം വരുമ്പോൾ തൂത്തുവാരി കളയാ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഷാഫിക്ക് നേരെ ഉതിർത്ത ആ ഒരു വടി. ഇനി പലർക്കും സംശയമുണ്ട്, ഇത് മൂക്ക് ശരിക്കും പൊട്ടലുണ്ടോ? ഇതെല്ലാം പുറത്തു വിടുന്നുണ്ട്. അതെ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് പല രേഖകളും പുറത്തു വിട്ടിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ നിന്നും ഇവർ തന്നെയും ചുരണ്ടിയെടുത്ത് പുറത്തു വിട്ടിട്ട് ട്രോളാക്കുകയാണ്. ഇത് മീശ വടിക്കാതെ എങ്ങനെയാണ് അനസ്തേഷ്യ കൊടുത്തത്? എൻ്റെ പൊന്നു സഹോ, ഞാൻ നേരത്തെയും പറഞ്ഞു കഴിഞ്ഞാൽ അനസ്തേഷ്യ കൊടുക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ അനസ്തേഷ്യ കൊടുക്കുന്ന എല്ലാവരുടെയും മീശയും താടിയും അടിച്ചിട്ടല്ല കൊടുക്കാൻ പറ്റും. അങ്ങനെയൊന്നുമില്ല, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മീശയും താടിയൊന്നും അടിക്കണ്ട. പിന്നെ ഈ മൂക്കിൻ്റെ പൊട്ടലുണ്ടായ ആ ഭാഗത്തുള്ള എല്ലാ രോമം, അതൊക്കെ പണ്ട് കാലങ്ങളിൽ അങ്ങനെ രോമമൊക്കെ ചെത്തിക്കളയുന്നു. ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ചോദിക്കും ഞാൻ ഡോക്ടറാണോ എന്ന്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുള്ളവരുടെ കാര്യം എനിക്കറിയാം, പല ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തെ ഒന്ന് പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാം, കാരണം ഇന്നലെ നമ്മൾ ഇത് തന്നെ പറഞ്ഞു. അകത്ത് എല്ലിനാണ് പൊട്ടലുണ്ടായിരിക്കുന്നത്. ഈ മൂക്കിൻ്റെ എല്ലുകളൊക്കെ വളയുന്നവർക്കോ അല്ലെങ്കിൽ എല്ല് പൊട്ടലൊക്കെ ഉള്ളവർക്ക് ഇത്തരത്തിൽ പാടുകൾ ഉണ്ടാകാത്ത രീതിയിൽ അകത്തവർ ഈ പറഞ്ഞോണം മുറിവുകൾ ഉണ്ടാകാത്ത രീതിയിലാണ് ചെറിയ ശസ്ത്രക്രിയ ചെയ്യുന്നത്. അപ്പം ചോദിക്കും അതിനാണ് 3 മണിക്കൂർ നീണ്ടത്. അത് ചെറിയ എല്ലൊക്കെ ആയതുകൊണ്ട് സൂക്ഷ്മതയോട് ചെയ്യേണ്ടുന്ന ശസ്ത്രക്രിയയാണ്. സംഗതി ചെറുതായിരിക്കും, പക്ഷേ സൂക്ഷ്മതയോട് കൂടി തന്നെ ചെയ്യണം. പക്ഷേ ഷാഫിക്ക് കുറച്ച് ഇങ്ങോട്ട് തന്നെ സ്ക്രാച്ചസ് ഉണ്ട്. പൊട്ടൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മൂക്കങ്ങ് രണ്ടായിട്ട് ഒടിഞ്ഞു പറഞ്ഞില്ല, കൈയൊക്കെ ഒടിഞ്ഞു പറഞ്ഞു പോയതുപോലെ അല്ല പോയത്, ചെറിയ നേർത്ത പൊട്ടലാണ്. അപ്പോൾ ആ പൊട്ടൽ നികത്തണമെങ്കിൽ അകത്തൂടെ ചെയ്താൽ മതി. മറ്റേ ഒടിഞ്ഞു പറഞ്ഞു പോയതാണ് നിങ്ങൾ ഈ പറയുന്നോണം മൊത്തത്തിൽ ഫേസ് എല്ലാം കട്ട് ചെയ്ത് ചെയ്യേണ്ടി വരും. ഇത് അത്തരത്തിലുള്ള സംഗതികളല്ല. അപ്പോൾ കാര്യമായിട്ട് നല്ലൊരു പൊട്ടൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ കുറച്ച് നന്നായിട്ട് റെസ്റ്റ് ചെയ്താലേ അത് മാറത്തുള്ളൂ. അദ്ദേഹത്തിന് എന്നത്തേക്കും കിട്ടിയതാണ്, ഇനി എപ്പോഴും അവിടെ പെയിനും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഇതൊക്കെ ചെയ്തവരോടൊന്ന് ചോദിക്കൂ. പിന്നെ ഈ MBBS കാശ് കൊടുത്ത് വാങ്ങിച്ച ചില പൊട്ടൻ ഡോക്ടർമാരോട് ചോദിക്കാതിരിക്കുക. പിന്നെ ആരോഗ്യ മേഖല നമ്പർ 1 അവിടെ മെഡിക്കൽ കോളേജിലൊക്കെ നല്ല ഡോക്ടേഴ്സാണ്, അവരോട് ചോദിച്ചാലും വ്യക്തമായിട്ട് അവർ പറഞ്ഞു തരും. പിന്നെ ഈ മെഡിക്കൽ കോളേജിൽ നടത്തുന്ന ശസ്ത്രക്രിയ പോലെ അല്ല ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അത് നമ്പർ 1 എന്ന് പറയും. പക്ഷേ അവർക്ക് പാവം പിടിച്ച ഡോക്ടേഴ്സ് പഴയ രീതിയിലൊക്കെയാണ് അവരിപ്പോഴും ശസ്ത്രക്രിയ ചെയ്യുന്നത്.
പക്ഷെ പുതിയ ഹോസ്പിറ്റലുകളിൽ, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ കിംസൊക്കെ പോലുള്ളിടത്തൊക്കെ ആണെങ്കിൽ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് എൻഡോസ്കോപ്പിയൊക്കെ വഴി അവർ പാടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ശസ്ത്രക്രിയ ചെയ്യും. അത് ഈ ഫേഷ്യൽ ഇതൊക്കെ മാറ്റിയിട്ടുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. അതിന് നല്ല സമയമെടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഏതായാലും ഷാഫിക്ക് പണി കിട്ടിയെന്നുള്ളത് കറക്റ്റാണ്. ഇനി അതിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കി ആദ്യം പറയുന്ന ChatGPT എടുത്ത് തന്നെ ഈ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഈ ബ്ലഡ് കറക്റ്റാണോ, എന്താ ഇതിനൊക്കെ പറയുക ChatGPTയോട്. ഷാഫിയുടെ ഡ്രസ്സിൽ വീണ ബ്ലഡ് ആണോ അതാണ്. അപ്പോൾ ChatGPT പറയുന്ന ബ്ലഡ് അല്ല, മറ്റേ എന്തോ കളർ പെയിന്റ് ആണെന്ന്. എന്താ ഇതിനൊക്കെ പറയേണ്ടതെന്നുള്ളത് ചോദിച്ചാൽ അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് നാൾ മുമ്പ് വീണ ജോർജ് മറ്റേ തലകറങ്ങി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി പോയല്ലോ, മറ്റേ കോട്ടയം മെഡിക്കൽ കോളേജ് വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അതാണെങ്കിൽ ശരിക്കും നാടകമാണെന്ന് വേണമെങ്കിൽ പറയാം, നല്ല അസൽ നടിയാണെന്ന് വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്കും പറയാം, എനിക്കല്ല കോൺഗ്രസ്സുകാർക്കും പറയാം. അങ്ങനെ പലരും ബോധം കെട്ട് വീണിട്ടുണ്ട്, പലരും ഈ പറഞ്ഞ മുങ്ങിയിട്ടുണ്ട്, മുങ്ങൽ വിദഗ്ധരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ആശയങ്ങൾ കൊണ്ട് പ്രതികരിക്കും, ആശയങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രതികരിക്കും. ഇതിപ്പോൾ എങ്ങനെ അടി നടന്നിട്ടുണ്ട്. ഇതിപ്പം ഒരു ഷാഫി MPയുടെ കാര്യം മാത്രമല്ല, നമ്മുടെ BJPയിലെ പല MPമാരും ഉണ്ട് അല്ലേ, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ബ്രിട്ടാസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ നേതാക്കൾക്കെതിരെ നാളെ ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അണികളോ അല്ലെങ്കിൽ പോലീസുകാരോ ഒക്കെ ഇത്തരത്തിൽ ഉണ്ടാകരുത്. കാരണം ഒരു ജനപ്രതിനിധിയെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തം കാവൽക്കാർ തന്നെ അത്തരത്തിൽ ചെയ്യുന്നതിനോട് ആദ്യം നിങ്ങൾ യോജിക്കരുത്. കാരണം നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പക്ഷേ നേതാക്കന്മാർക്ക് പോലും നാളെ ഇത്തരത്തിൽ സംഭവം ഉണ്ടായേക്കാം, ഈ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും അണികളിൽ നിന്നുമൊക്കെ. അപ്പോൾ അതിനെ ആദ്യം പ്രതിഷേധിക്കുക, ഒന്നടങ്കം പ്രതിഷേധിക്കുക. അത് രാഷ്ട്രീയ ഭേദമന്യേ ആശയങ്ങൾ കൊണ്ട് എവിടെയും പോരാടുക. ഇന്നലെ ആ ഒരു ഷാഫിയുടെ ഒരു ആ ഒരു പ്രതിഷേധത്തിനിടയിൽ ഒരു പ്രവർത്തകനെ കണ്ണം ചിഹ്നം അടിച്ച് കണ്ണെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. കണ്ണ് ഇനി ശരിയാവുമെന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിനൊക്കെ എന്താണ്, നമുക്ക് ഈ പ്രതിഷേധം വരുമ്പം ചെറിയ ലാത്തി ചാർജൊക്കെ ഉണ്ടായാൽ അടിച്ചമർത്താം, മുട്ടിന് താഴേക്ക് ലാത്തി ചാർജ് ചെയ്ത് അടിച്ചമർത്താം. പക്ഷെ അങ്ങ് മനഃപൂർവ്വമായിട്ട് ഒരാളെ, ഇപ്പം ആ പയ്യൻ്റെ അടി കിട്ടിയത് ഒരടി കൊണ്ട് അത് അത്രയാവത്തില്ല, ആ കന്നം അതുപോലെ അടിച്ച് പൊട്ടിച്ചെന്നുള്ളത്. അതായത് ഇപ്പോൾ ഈ അടിച്ചു പൊട്ടിച്ചത് പോലും അവർ പ്രതിരോധിക്കുന്നത് ഇതൊരു സാധാരണ അല്ലെങ്കിൽ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു ലാത്തി ചാർജ് അല്ല, അത് സാധാരണഗതിയിൽ വന്നത് തന്നെയാണ്. അതുകൊണ്ട് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണല്ലോ ഇത് ഷാഫിയുടെ കാര്യത്തിൽ കൃത്യമായിട്ട് അത് ആ വിഷ്വൽ കാണുന്നവർക്കറിയാം, കൃത്യമായിട്ട് മനഃപൂർവ്വം അടിച്ചതാണ്. കാരണം ഒരു കൈ കൊണ്ട് ഏന്തി വലിഞ്ഞ് ഒരു വട്ടം അടിക്കുന്നു, 2 വട്ടം അടിക്കുന്നു, ബാക്കിൽ കൂടെയും കിട്ടുന്നു പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് ഷാഫി ഉന്നം വിട്ട് തന്നെ അടിച്ച്. അത് ഇനി ആരും മാറ്റാൻ ശ്രമിക്കേണ്ട. റൂറൽ SP പറഞ്ഞതിന് തുല്യമായിട്ടൊന്നുമില്ല. ഇപ്പം അദ്ദേഹം ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഇത് മര്യാദയ്ക്ക് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ അദ്ദേഹത്തിൻ്റെ തൊപ്പി തെറിക്കുമെന്നുള്ളത്. അപ്പോൾ ഇതെന്തായാലും ഇപ്പോൾ കോൺഗ്രസ് വലിയൊരു പ്രതിഷേധമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ ശബരിമല വിഷയത്തോടൊപ്പം തന്നെ ഷാഫിക്കെതിരെയുള്ള ഈ ഒരു ആക്രമണം അത്തരത്തിൽ പ്രതിഷേധിക്കണം ശ്രീജ. കാരണം ഇത് BJPയും പ്രതിഷേധിക്കേണ്ടുന്ന ഒരു ഇതാണ്. കാരണം പ്രതിഷേധങ്ങൾ നടക്കും. ഞാൻ ഇന്നലെ കണ്ടു USA പാലസ്തീൻ അനുകൂല കുറേ ആൾക്കാർ ചേർന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. അവരുപയോഗിച്ചത് പെപ്പർ സ്പ്രേ ആണ്. നിങ്ങൾ ഉപയോഗിച്ചോളൂ, ഇപ്പോൾ ജലപീരങ്കിയോ പെപ്പർ സ്പ്രേ ഇങ്ങനെയൊക്കെയുള്ള സംഗതികളൊക്കെ ആൾക്കാരെ അതിൽ നിന്ന് മാറ്റാൻ ഉപയോഗിച്ചോളൂ. ലാത്തി ചാർജും വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് ഈ പറയുന്നോണം പ്രധാനപ്പെട്ട മുഖത്തെ ഒരിക്കലും അടിക്കരുതെന്ന് അവരുടെ പ്രോട്ടോക്കോളാണ്. അവിടേക്കൊക്കെ അടിക്കാം, മർമ്മത്ത് അടിക്കുക, അതൊക്കെ പണ്ട് കാലത്തെ നരനായാട്ടാണ്. ഇപ്പം അങ്ങനെ ഇനിയിപ്പോൾ നടക്കുന്ന കാര്യമല്ല. മുക്കിന് ക്യാമറകളാണ്, എല്ലാവരുടെയും കയ്യിൽ ഫോണുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതെ, ഇപ്പോൾ അവരും മനുഷ്യരാണ്, അവരെന്ത് ചെയ്യുമെന്നുള്ളത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൈകളിലുള്ള ആയുധങ്ങൾ നേരായ രീതിയിൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു ലാത്തി ചാർജൊക്കെ ഇങ്ങനെ മുകളിലോട്ടടിക്കാതെ ഒരിക്കലും മുകളിലോട്ടടിക്കരുതെന്ന് പറയും. താഴോട്ടടിച്ചു കഴിഞ്ഞ് ഇവർ ഓടും. ഇപ്പം എത്രയെന്ന് പറഞ്ഞാൽ അവർ മാറിയിരിക്കുമല്ലോ. പിന്നെ ഈ പറഞ്ഞോണം ബാരിക്കേഡൊക്കെ പിടിച്ചു കുലുക്കി ഈ പ്രതിഷേധം എന്ന് പറയാൻ അങ്ങ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് പ്രതിഷേധം വന്നാലും മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ ആക്രമിക്കുന്നില്ല. അതൊരു പ്രതിഷേധമാണ്, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതിനെ അതിൻ്റെതായ രീതിയിൽ നേരിടുക. പിന്നെ ഈ പറഞ്ഞോണം പേരാമ്പ്രയിലുണ്ട് അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഒരു പക്ഷേ CPM അവിടെ കുറേ ആയുധധാരികളായിട്ട് ഉണ്ട് എന്നുള്ളത് പോലീസ് തന്നെ UDFന് ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞു ഞങ്ങൾ
പ്രതിഷേധിക്കും, ഞങ്ങളുടെ പ്രകടനം നടത്തണം. അവരുടെ പ്രകടനം നടത്താൻ നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്ന് ഞങ്ങളുടെ പ്രകടനം നടത്തണം. അപ്പോൾ UDF പ്രൊട്ടക്ഷൻ കൊടുക്കാതെ അവരെ അടിച്ച് നിരപ്പാക്കിയിട്ട് അതിനകത്ത് DYFI ഉൾപ്പെടെയാണ് ഇതിനകത്ത് ടിയർ ഗ്യാസ് ഒക്കെ എറിഞ്ഞത്, എന്തൊക്കെ എറിഞ്ഞു എന്നുള്ളത് കോൺഗ്രസ് പറയുന്നു. നേരെ CPM പറയുന്നത് ഇവർ എന്തോ ബോംബ് എടുത്തിട്ടെന്ന് പറയുന്നുണ്ട്, പോലീസാണ് എറിഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ അന്വേഷണം വരണം, ആരാണ് എവിടെ നിന്നാണ് എറിഞ്ഞതെന്നുള്ളത്. അപ്പോൾ ഇതൊരു കലാപഭൂമിയാക്കാൻ ആരാണ് ശ്രമിച്ചത്, ആരാണ് ഇത് ശ്രമിച്ചത്? അപ്പോൾ CPMകാരുടെ കയ്യിൽ ആയുധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവർ എത്തരത്തിലാണ് ഇതിനെ ഈ ഒരു കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ ഉള്ളത് കണ്ടെത്തേണ്ടുന്ന പോലീസുകാർ ഇപ്പോൾ പറയാണ് ഷാഫി അടിച്ചത് സ്വാഭാവികമായിട്ടുണ്ടായ പ്രതിഷേധമാണെന്ന് അവിടെ. കാരണം CPMന് കൃത്യമായിട്ട് അറിയാം ഇത് കണ്ടെത്തിയാൽ പലതും പുറത്തു വരുമെന്നുള്ളത്. ഇത് കൃത്യമായിട്ട് കണ്ടെത്തുക. ഇപ്പോൾ റൂറൽ SP എല്ലാവരും ഒറ്റപ്പെടുത്തിയ ഒരു അവസ്ഥയെ കൃത്യമായിട്ടുള്ള അന്വേഷണം അദ്ദേഹം തന്നെ നടത്തട്ടെ. കാരണം അങ്ങനെയാണെങ്കിൽ നേരെ ചെന്നെത്തുന്ന AKG സെൻറ്ററിലായിരിക്കും. ഇതിൻ്റെ ഒരുപക്ഷെ ഉത്ഭവം അവിടെ നിന്ന് തന്നെയായിരിക്കും. കാരണം വരുന്ന വിവരങ്ങളൊക്കെ അത്തരത്തിലാണ്. അപ്പോൾ എന്ത് തന്നെയാലും ഷാഫിക്കെതിരെ പ്രയോഗിച്ചത് അത് ഒരു MPക്ക് നേരെയല്ല, ഇനി വരുന്ന എല്ലാ MPമാർക്കും MLAമാർക്കും മന്ത്രിക്ക് നേരെയൊക്കെ നാളെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനെതിരെ ഇനി ഒരു പോലീസുകാരും ഈ പാർട്ടിയുടെ പേരിൽ പാർട്ടിയുടെ സന്തത സഹചാരിയായി നിന്നുകൊണ്ട് ഒരു നേതാവിനെതിരെയും ഒരു വ്യക്തിക്കെതിരെയും ലാത്തി ഉതിർക്കാൻ ഇടവരാതിരിക്കട്ടെ. തീർച്ചയായിട്ടും ഇത് ശക്തമായി തന്നെ കേരളത്തിലെ ജനങ്ങൾ എടുത്ത് വ്യക്തമാക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. വരുന്ന മണിക്കൂറിൽ പുതിയ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം കൃത്യമായി. നമസ്കാരം.